ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. എൻ അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 30-ാമത് വാക്യം. നിന്റെ കൈകളുടെ വെടിപ്പിനാൽ അവൻ വിടുവിക്കപ്പെടും എന്നുള്ള ഒരു പ്രസ്താവന ആ വാക്യത്തിനുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വെടിപ്പുള്ള ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം എന്നതാണ്. ഹൃദയത്തിൻ്റെ അകത്തളത്തിലെ വെടിപ്പ് പോലെ തന്നെ നമ്മുടെ കൈകളും ശുദ്ധമായിരിക്കണമെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 15-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ആരാണ് യഹോവയുടെ കൂടാരത്തിൽ പാർക്കുവാൻ കഴിയുന്നവർ? ആരാണ് ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുവാൻ കഴിയുന്നവർ? നിഷ്കളങ്കനായി നടക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും നാവുകൊണ്ട് കുരള പറയാതെയും കൂട്ടുകാരന് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അപമാനിക്കാതെയും വഷളന്മാരെ നിന്ദയായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുക എന്നൊക്കെയുള്ള ആഴമായ പ്രസ്താവനകൾ ആ വാക്കുകൾക്കുള്ളിൽ ഓർപ്പിക്കുന്നുണ്ട്. ആ നിലകളിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തോടു കൂടെ വസിപ്പാൻ കഴിയുകയുള്ളൂ എന്നതാണ്. 24-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ വ്യാജത്തിനു മനസ്സു വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ആരാണ് ദൈവത്തിങ്കൽ നിന്ന് നന്മ പ്രാപിക്കുന്നത്? കൈ വെടിപ്പായിരിക്കുന്നവർ, ഹൃദയം വെടിപ്പായിരിക്കുന്നവർ, മനസ്സ് വ്യാജത്തിലേക്ക് തിരിക്കാത്തവരൊക്കെയാണ് എന്ന് ആ വാക്യങ്ങൾക്കുള്ളിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 28-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ വരുമ്പോഴും, ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധ അന്തർമന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചകരുടെ ശബ്ദം കേൾക്കണമേ എന്ന് ഭക്തൻ പറയുകയാണ്. എൻ്റെ കൈ നിർമ്മലമാണ്, എൻ്റെ കൈ വിശുദ്ധമാണ്. ആ വിശുദ്ധമായ കൈ ദൈവത്തിൻ്റെ വിശുദ്ധ അന്തർമന്ദിരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ദൈവം ഒരു മറുപടി നൽകും എന്ന് ഓർപ്പിക്കുക ചെയ്യുകയാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യത്തിലേക്കും 1 തീമോത്തിയോസ് 2:8 ഒക്കെ വായിക്കുമ്പോൾ വിശുദ്ധ കൈകളുടെ പ്രാധാന്യതയെക്കുറിച്ച് ഓർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ഒരു വലിയ വിജയമുണ്ടാകുവാൻ കാരണമായി തീരുന്നു എന്ന് ആ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയവും നമ്മുടെ കൈയും വെടിപ്പുള്ള
നിർമ്മലതയുള്ള ഒരു ജീവിതത്തിലൂടെ നാം മുൻപോട്ട് കൊണ്ടുപോകണമെന്നും ആ നിലകളിൽ ദൈവത്തിങ്കൽ നിന്നുള്ള നന്മകളും അനുഗ്രഹങ്ങളും നാം പ്രാപിക്കണമെന്നുമുള്ളതാണ്. അതിനായി നമ്മെ സമർപ്പിക്കുന്നവരും അതിനെ പ്രാപിക്കുന്നവരുമായി തീരേണ്ടത് നമുക്കൊരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ കരവും ഞങ്ങളുടെ മനസ്സുമൊക്കെ ഏകാഗ്രമാക്കിക്കൊണ്ട് വിശുദ്ധമാക്കിക്കൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനും ദൈവത്തിങ്കൽ നിന്നുള്ള അനുഗ്രഹങ്ങളും വിടുതലുകളും പ്രാപിപ്പാനും ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.